إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ളേ സത്യവിശ്വാസിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തെ നിർദ്ദേശനത്തെ ಜೀವನದ ಎಲ್ಲಾ ಭಾಗದಲ್ಲೂ ಅಲ್ಲಾಹುರೇ ಸೂಚಿಸಿಟ್ಟು ಜೀವನಾಕುನು ಸ್ವಂತ ನಫ್ಸರೆ ಮರಕಂಟ ಓದುತ್ತಟಿಗೆ ಉಪದೇಶ ಹಾಕೊಂಡುಲ್ಲ, ವಸಿಯತ್ ಹಾಕೊಂಡುಲ್ಲ. ಜೀವನದ ಎಲ್ಲಾ ಘಟ್ಟದಲ್ಲೂ ಅಲ್ಲಾಹುರೇ ನಿಯಮ ನಿರ್ದೇಶನ ಪಾಲನಾಕಿ ಜೀವನಾಕಡೆ യഥാർത്ഥ മുത്തഖ്മാരുടെ കൂട്ടത്തില് അള്ളാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെട്ടിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ സത്യവിശ്വാസിമാരെ, ഇന്നത്തെ ഖുതുബത്തെ വിഷയ ಇಸ್ತಿಕಾಮತ್ ಚೊಲ್ಲದೈತಿಕರು. ಎಂದೈತಿಕರು ಇಸ್ತಿಕಾಮತ್ ಚೊಲ್ಲಿಂಗ ಅದರ ಅರ್ಥ ಇಸ್ತಿಕಾಮತ್ ചൊല്ലിട്ടെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കട്, അല്ലെങ്കിൽ ദൃഢത്തെ, അല്ലെങ്കിൽ സന്മാർഗത്തില് ഉറച്ചിട്ട് നിൽക്കര്, അല്ലെങ്കിൽ യാതൊരു രൂപത്തിലെ ബദലാവന വരാത്ത പോലെ കാത്തു സൂക്ഷിക്കര്. അതായത് അള്ളാഹുടെ ആദേശം പാലിച്ചിട്ട് ദോഷത്തിൽ നിന്ന് പൊട്ടുനിന്നിട്ട് ഏത് പരിസ്ഥിതിയിലും സന്മാർഗത്തിൽ സ്ഥിരമായിട്ട് ജീവിക്കുന്ന ചൊല്ലതായിട്ട് ഇസ്തിഖാമത്ത്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിക്കുന്നു. ഇസ്തിഖാമത്തില് മരിക്കുന്നിടത്തോളം ഒരു മനുഷ്യൻ അള്ളാഹുടെ ദീന്റെ മാർഗത്തിൽ ഉറച്ചു ജീവിച്ചുണ്ടായെങ്കിൽ അവന്റെ മരണം, അവന്റെ പരലോക ജീവിതം അത് സുഖകരമായിട്ടിരിക്കും. കാരണം ഒരു വിശ്വാസി അവನು ആശപ്പെട്ടതായിട്ടിരിക്കത് മരണ നേരത്തേക്ക് അള്ളാഹുടെ റഹ്മത്ത് മലായിക്കിങ്ങ കടന്നു വന്നിട്ട് അങ്ങനെ നിന്നിട്ട് സമാധാനത്തെയും സ്വർഗത്തെ സുവാർത്ത കേൾക്കും. അത് മുഖേന ഈ ഭൂമി ലോകത്തിൽ നിന്ന് റൂഹ് പിന്തിരിഞ്ഞു പോണ്ടത് ഓരോ സത്യവിശ്വാസി ആഗ്രഹിക്കുന്നതായിട്ടിരിക്കുന്നു. അത് മരിക്കുന്ന നേരത്ത് മാത്രമല്ല, ആ മരണം സംഭവിച്ചെങ്കിൽ പോയിട്ട് വന്നുകൊല്ലേ കബർ ജീവിതത്തിലാവട്ടെ, ആ കബറിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ ഉയർത്തൽ, പിന്നെ മഹശറത്തിലാവട്ടെ, ആ മഹശറത്തിൽ അള്ളാഹു ഞങ്ങളെ വിചാരണ എടുക്കുന്ന സന്ദർഭത്തിലാവട്ടെ, ഞങ്ങൾക്ക് അവിടെ നെമ്മതിരും സമാധാനത്തെ ജീവിത കിട്ടുണ്ടായിട്ട് ഓരോ സത്യവിശ്വാസം ആഗ്രഹിക്കരുത്. മാത്രം ആഗ്രഹിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ആ ആഗ്രഹം പൂർത്തിയാക്കുന്നുണ്ടായെങ്കിൽ
നാളെ ഞങ്ങൾ മരിക്കുന്ന സന്ദർഭത്തില് മലായിക്കങ്ങൾ ഞങ്ങളെ മുട്ട കടന്നു വന്നിട്ട് സ്വർഗത്തെ സുവാർത്ത നിങ്ങൾക്ക് ഉണ്ടോ ചൊല്ലുണ്ടായെങ്കിൽ, കബറിൽ നെമ്മതിയായിട്ട് ഉറങ്ങുന്നുണ്ടായെങ്കിൽ, നാല് മഹ്ശറില് വിചാരണ നേരിട്ട സമയത്തില് ആ വിചാരണ പൂർത്തിയാക്കിയിട്ട് സ്വർഗത്ത് കടന്നു പോകുന്നുണ്ടായെങ്കിൽ ഇസ്തിഖാമത്തിൽ ഞങ്ങൾ അടിവച്ചിട്ട് ജീവിക്കും. അതായിട്ട് അള്ളാന്റെ ഖുർആൻ രണ്ട് വിഷയം ഞങ്ങൾക്ക് പഠിപ്പാട്ടൻ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അള്ളാഹു എത്തിക്കുന്ന ഞങ്ങളുടെ റബ്ബു ചൊല്ലുക. അതുകൊണ്ട് ഒരാൾ സ്വർഗത്ത് കടന്നു പോകുന്നില്ല. അത് ചൊല്ലത്തിൽ അള്ളാഹു ചൊല്ല് സുമ്മസ്തഖാം ചൊന്നെങ്കിൽ ആ ചൊന്ന പഴക്കത്തില് അടിവരച്ചിട്ട് സ്ഥിരമായിട്ട് മരിക്കുന്നവർക്കോളം ജീവിച്ചണം. മനസ്സിലാക്കണം. ഇതായിട്ട് ഇസ്തിഖാമത്ത്. ഇസ്തിഖാമത്ത് ചൊന്നെങ്കിൽ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അത് എല്ലാരും ചൊല്ല. അബൂജഹലും ചൊന്നറ നന്റെ റബ്ബു റുബൂബിയത്തുമായിട്ട് നന്റെ റബ്ബ് അള്ളാഹു ചൊല്ലു. അബൂജഹൽ ചൊന്നറ, മക്കത്തെ മുശ്രിക്കീങ്ങ ചൊന്നറോ, റബ്ബായിട്ട് അള്ളാഹുടെ അംഗീകരിച്ചോ എന്നെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അള്ളാഹ് ചൊല്ലേ തുമ്മസ്തഖാമു. ആ റബ്ബു ചൊല്ലിന്റെ പദം നീ ചൊന്നാൽ പിന്നെ ആ റബ്ബ് നിന്റെ എന്ത് നിർദ്ദേശിച്ചാണ് അതനുസരിച്ചിട്ട് സ്ഥിരമായിട്ട് ദൃഢമായിട്ട് ഏത് പരിസ്ഥിതിയിലും ആ മാർഗം വിടാണ്ട് മരിക്കുന്നവർത്തോളം ജീവിക്കുക. അങ്ങനെ ജീവിച്ചെങ്കിൽ നേരത്തെ ചൊന്ന പോലെ ഞങ്ങൾ ആശപ്പെട്ടത് കിട്ടും. തതനസ്സലു അലൈഹിമുൽ മലായിക, മരിക്കുന്ന നേരത്തേക്ക് ആകാശലോകത്തിന്റെ മലായിക ഇറങ്ങണോ. എന്നിട്ട് അങ്ങനെ ചൊല്ല അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖപ്പെടണ്ട, നിങ്ങൾ ബേജാറാവണ്ട. വഅബ്ശിറു, നിങ്ങൾ സന്തോഷിക്കുന്ന നേരമായിട്ടിക്കരുത്. ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം കൊണ്ട് നിങ്ങൾക്ക് സുവാർത്തമുണ്ടോ. ആ ആഗ്രഹിച്ചത് ആർക്കിട്ട് നമുക്ക് കിട്ടും. കാരണം റബ്ബുനല്ലാഹ് അല്ലാഹുവിന്റെ റബ്ബു ചൊന്നാൽ പിന്നെ ആ റബ്ബു ചൊന്ന നിർദ്ദേശിച്ച കാര്യത്തെ ജീവിതത്തിൽ ഒന്നും കൊണ്ട് വരാട്ടെ ജീവിച്ചുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും മരണ നേരത്തേക്ക് ഈ നല്ല രൂപത്തിലുള്ള സ്വർഗത്തെ സുവാർത്ത കേൾക്കാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് മാന്യ സഹോദരന്മാരെ, രണ്ട് വിഷയം എനിക്ക് അള്ളാഹു പഠിപ്പറ്റുണ്ട്. ഒന്ന് അള്ളാഹു റബ്ബായി തിക്കുക, എന്നിട്ട് അതനുസരിച്ച് ജീവിച്ചുണ്ടെങ്കിൽ ആ മലായിക്കങ്ങ ബന്ധങ്ങൾക്ക് ചൊല്ലൂർ മരിക്കുന്ന നേരത്തേക്ക് പേടിക്കണ്ട. ദുനിയാവുടെ കാര്യം ഓർത്തിട്ട് പേടിക്കണ്ട. ഇന്നൊരു ജീവിതത്തിൽ പോകേണ്ടത് ഒരു ഭയം വേണ്ട. ബദലായിട്ട് നിങ്ങൾ അള്ളാഹുടെ തൃപ്തിയിലേക്കായിട്ട് നിങ്ങൾ പോകേണ്ടത്. മാത്രമല്ല അള്ളാഹുടെ സ്വർഗ്ഗം കൊണ്ട് നിങ്ങൾക്ക് സുവാർത്തമുണ്ട്. അവിടേക്ക് നിങ്ങൾ കടന്നുകൊണ്ട്. കാരണം നിങ്ങൾ മരണത്തോളം നിങ്ങൾ ഇസ്തിഖാമത്തിൽ ജീവിച്ചോളൂ. അള്ളാഹുടെ മാർഗത്തിൽ എന്ത് പ്രയാസം വരുമ്പോ ബുദ്ധിമുട്ട് വരുമ്പോ അതനുസരിച്ച് നിങ്ങൾ ജീവിച്ചോളൂ. അള്ളാഹുടെ ദീന്റെ മാർഗം നിങ്ങൾ വിട്ടുപോയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ദുഃഖപ്പെട്ട നേരമല്ല, നിങ്ങൾ ഇപ്പൊ സന്തോഷിക്കുന്ന നേരമായിട്ടിക്കരുത്. എത്ര സൗഭാഗ്യത്തെ ആൾമാരായിട്ടിക്കുറങ്ങ അള്ളാഹു ആ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തത്. എത്ര വലിയ സൗഭാഗ്യത്തെ ആൾമാറും ഇന്നൊരു ജീവിതത്തിൽ കടന്നു പോകുമ്പോ സന്തോഷത്തെ കൊച്ചിന്റെ വിഷയം ആ മലായിക്ക് അങ്ങനെ ചൊല്ലുണ്ടെങ്കിൽ അള്ളാഹു അത് നിർദ്ദേശിച്ച പ്രകാരമായിട്ടിക്കും. അതുകൊണ്ട് ആ മരണ നേരത്തേക്ക് സ്വർഗത്തെ സുവാർത്തിക്കെത്തി ഭൂമി ലോകത്തിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടായി സഹോദരന്മാരെ, അള്ളാഹുടെ ദീന്റെ മാർഗത്തിൽ ഉറച്ചിട്ട് നിങ്ങൾ ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പഠിപ്പാത്തുണ്ട്. ഒരു കാലം പറഞ്ഞുകൊണ്ട് ഒരു സമാൻ പറഞ്ഞുകൊണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, മനുഷ്യന്മാരുടെ ഒരു കാലം പറഞ്ഞുകൊണ്ടു ആ സമയത്തില് ഒരാൾ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ അവൻ എങ്ങനെ ചൊല്ലിട്ടായെങ്കിൽ അവന്റെ കയ്യിൽ തീരെ ഗിറ്റ കുറച്ച പോലെ ഉണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാള് ആ കാലത്തില് ഇസ്തിഖാമത്തില് അടിവച്ചിട്ട് അവൻ ജീവിക്കുന്നുണ്ടായെങ്കിൽ ആ കാലത്തിൽ എങ്ങനെ ഇട്ടിക്കുന്ന അവസരം ഉണ്ടെങ്കിൽ അവന്റെ കയ്യിൽ ഒരു തീരെ ഗിറ്റ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും അത്ര പ്രയാസം ഉണ്ടാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എല്ലാ രൂപത്തിലുള്ള ഫിത്ന അവിടെ ഉണ്ട്, എല്ലാ വെടുക്കത്തരം കൊണ്ടും. എന്നിട്ടെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട് നന്റെ മരണം നല്ലതാവുന്നു, പരലോകം നല്ലതാവും ആഗ്രഹിക്കരുത്. അവനൊരു കയ്യില് തീരെ ഗിറ്റ പിടിച്ച മോശമ ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കണോ. ആ മാർഗത്തിൽ എനിക്ക് വിട്ടുകൊണ്ടില്ല. ആർക്ക് വേണ്ടിയിട്ട് ആ മാർഗത്തെ അവന് വിട്ടു പണ്ടില്ല. ബദലായിട്ട് അവൻ ആഗ്രഹിക്കരുത്
നന്റെ മരണം നല്ലാവും, നന്റെ പരലോക ജീവിതം നല്ലാവും തൊന്തയിപ്പിക്കരുത് അവൻ ആഗ്രഹിക്കരുത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വന്ന് കേട്ട് قلت يا رسول الله صلى الله عليه وسلم قل لي في الاسلام قولا لا اسال عنه احدا بعدك. നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, നക്ക് നിങ്ങൾ ഇസ്ലാമിന്റെ ഒരു കാര്യം ചൊല്ലു തരണം. അത് എങ്ങനത്തെ കാര്യം ചൊന്നെങ്കിൽ അത് ചൊന്നതിൽ പിന്നെ ഞാൻ ഇന്നത്തെ പോയിട്ട് കേൾക്കുന്നില്ല, എല്ലാം ഉൾക്കൊണ്ട ഒരു ഇസ്ലാമിന്റെ ഒരു കാര്യം നിനക്ക് പഠിപ്പാറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് വിശേഷം ഒന്നേ قال قل آمنت بالله ثم استقم. നീ അല്ലാഹുവിന്റെ മേൽ വിശ്വാസ കൊമ്പർ ഒന്നാമത്തേത്. രണ്ടാമത്തേത് ആ വിശ്വാസ കൊമ്പല്ല മേയല്ല ഇസ്തിഖാമത്തിൽ ജീവിക്കണം. എന്തെങ്കിലും എനിക്ക് പരലോകത്ത് രക്ഷപ്പെടാം, എന്തെങ്കിലും എനിക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബത്തിലേക്ക് ചൊന്നേറ്റിക്കുന്നത്. നോക്കൂ സഹോദരന്മാരെ, ദുനിയാവുള്ളൂ ഭൂമി ലോകത്ത് അള്ളാഹുവിന്റെ ദീന്റെ മാർഗത്തിൽ നിന്ന് തെരുത്തപ്പാട്ട് എത്രമാ മാർഗമും എത്രമാ ത്വരീഖത്തുകളുണ്ടോ, എത്രമാ സബീലുകളുണ്ടോ. എന്നിട്ടായി ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ അള്ളാഹു റസൂൽ പഠിപ്പാത്തന്നെ ആ മാർഗത്തിലാണ് വരച്ചിട്ട് ജീവിക്കുക. വേറെ ഒരു മാർഗത്തിൽ അവൻ കടന്നു പോകുന്നില്ല. ആര് എന്ത് ചൊല്ലുന്ന ആ മാർഗത്തെ അടിവച്ച് ജീവിക്കണമോ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഹദീസായിട്ടിരിക്കുന്നത്, ഒരു ഗര വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ആ ഗരക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്ത് ലൈൻ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഖുർആന്റെ ആയത്ത് ഓതി ചൊല്ലുന്നു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഉഹു. ഇതായിട്ടിരിക്കുന്ന നേരായ മാർഗം, ഇതായിട്ടിരിക്കുന്ന സിറാത്തുൽ മുസ്തഖീം ഫത്തബിഉഹു, അത് നിങ്ങൾ പിൻപറ്റും. എന്നിട്ട് ഖുർആന്റെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നു, വലാ തത്തബിഉ സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി. ആ തെരുവിൽ നിന്ന് തപ്പി പോകുന്നു അന്യ ശൈത്താന്മാർ ആ ഭാഗത്തിൽ ബായിന്റെ ഭാഗത്തിൽ വിളിക്കണോ. നേരായ മാർഗത്തിൽ നടക്കുമ്പോൾ ശൈത്താൻ പല മാർഗത്തിന്റെ വിളിക്കും. അങ്ങനെ എന്തായെങ്കിൽ നീ ആ മാർഗത്തെ പുറപ്പെട്ടു, ആ ശൈത്താൻ വിളിച്ച മാർഗത്ത് പോയിട്ടായെങ്കിൽ നിങ്ങൾ ചിന്ന ഭിന്നായിട്ട് പോവും, നിങ്ങൾ ഭിന്നിച്ചിട്ട് പോവും. നിങ്ങൾ ആ മാർഗം പുറത്തു പോയിട്ടായെങ്കിൽ നിങ്ങൾ ഭിന്നത്തിലാവസ്ഥ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടുന്നു. എന്നിട്ട് ആയത്ത് അവസാനിക്കുന്ന അല്ലാഹു ദാലികും വസാഖും ബിഹി ലഅല്ലകും തത്തഖൂൻ. ഈ കാര്യ ശക്തമായ നിലയ്ക്ക് നിങ്ങൾക്ക് ഉപദേശിക്കുന്നതായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. ഏത് കാര്യ ആ നേരായ മാർഗത്തിൽ ജീവിക്കുന്നത് ചൊല്ലത്. ഇന്ന് പല നമുക്കുള്ള ഫിർഖങ്ങൾ ദീന്റെ വിഷയത്തുണ്ട്. എന്തുകൊണ്ട്? അള്ളാഹിന്റെ ഖുർആനും മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലെ മാർഗത്തെ വിട്ടിട്ട് പല ചർച്ചയ്ക്ക് പോകുമ്പോൾ ഫിർഖകൾ കടന്നുകൊണ്ട് എന്തെങ്കിലും സത്യവിശ്വാസിയായ മനുഷ്യൻ അത്തരത്തിൽ അനഗത്യമായ ചർച്ചകൾ കടന്നു പോവാട്ടെ. ഏത് നിലക്കും ഏത് രൂപത്തിലും എന്ന് വന്നെങ്കും ആ ഇസ്തിഖാമത്ത് ആ നേരായ മാർഗത്തിലാണ് ജീവിക്കരുതായിട്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ 5 വക്ത് നിസ്കാരത്തിലും ഞങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ നിന്നിട്ട് പ്രാർത്ഥിക്കരുത്. അത് ചിലപ്പോ നാവ് കൊണ്ടായിട്ടിപ്പോ ആ പ്രാർത്ഥന പാടില്ല, മനസ്സുകൊണ്ടായിട്ടിപ്പോ ആ പ്രാർത്ഥന. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങൾ നീ നേരായ മാർഗത്തിൽ നിലനിൽപ്പാട്ടും. ചെറിയ പ്രാർത്ഥന അല്ലത്, ചെറിയ ദുആ അല്ലത് സഹോദരന്മാരെ. കൈക്കെട്ടിനുണ്ട ഒരു മാസത്തെ വെച്ചിട്ട് കാലിനാവിലൂടെ ചൊല്ലുമുള്ള പ്രാർത്ഥന അല്ലത്. ബദലായിട്ട് മനസ്സറിഞ്ഞു കൊണ്ടുള്ള പ്രാർത്ഥിക്കണം. കാരണം അള്ളാഹു 5 വക്തിലും ഞങ്ങൾ തന്നെ പ്രാർത്ഥന. സൂറ ഫാത്തിഹയ്ക്ക് ഒരു പേരുണ്ട്, ദുആ ചൊല്ലിന്റെ പേരുണ്ട്. ദുആ ചൊല്ലിന്റെ പേര് പറഞ്ഞ് കാരണം എന്ത് ചൊല്ലിണ്ടെങ്കിൽ അതിൽ ദുആ പ്രമുഖമായ ദുആയിട്ടിരിക്കുന്നത് സ്വർഗ നരക തീരുമാനിക്കുന്ന മാർഗത്തിലേക്കായിട്ടിരിക്കുന്ന ദുആക്ക് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹു നേരായ മാർഗത്തിൽ മുന്നോട്ട് പാട്ട്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, നിന്റെ ശാപമോപത്തിന് വിധേയമായ ആൾമാരുടെ മാർഗത്തിലല്ല. വലദ്ദാലിൻ, ആമീൻ ചൊല്ലുക. അല്ലാഹു ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണം, ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണം. അതുകൊണ്ട് ആ ദുആ ഉണ്ടല്ലേ അത് മനസ്സറിഞ്ഞുകൊണ്ടാവും. കാരണം ആ മാർഗത്തിൽ തപ്പിപ്പോയിട്ടായെങ്കിൽ ഞങ്ങളെ മരണവും ഞങ്ങളെ പരലോകവും അത് നഷ്ടത്തിലേക്ക് പോകും, വലിയ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് 5 വക്ത് ആ ഫാത്തിഹത്തിൽ അല്ലാഹു നിങ്ങൾക്ക് ദുആപ്പെട്ട അതല്ലാത്ത സുന്നത്ത് നിസ്കാരത്തെ പോലും നിർബന്ധമായിട്ട് ഓതൽപ്പെട്ട ഒരു സൂറത്തായിട്ട് സൂറത്ത് ഫാത്തിഹ. അതിൽ ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കും മനസ്സറിഞ്ഞുകൊണ്ടു. കാരണം ആ മാർഗത്തിൽ ഇത് തപ്പിപ്പോയിട്ടായെങ്കിൽ ഞങ്ങളെ പരലോക ജീവിതം കഷ്ടമായിട്ടിരിക്കരുത്. അപ്പ
ആ ഇസ്തിഖാമത്തിൽ നിലനിൽപ്പുണ്ടായെങ്കിൽ ചില കാര്യങ്ങൾ ഇസ്ലാം നിങ്ങൾക്ക് പഠിപ്പാക്കാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഞങ്ങൾ നിലനിൽപ്പാക്കും. അതിൽ ചമ്മ കാര്യങ്ങളുണ്ട്. എന്നിട്ട് അതിൽ പ്രമുഖമായ ഒരു 2-4 കാര്യ കുടുംബത്തിൽ ചൊല്ലാൻ ഉദ്ദേശിക്കുന്ന സഹോദരന്മാര്, അതിൽ ഒന്നാമത്തേത് ഞങ്ങൾ ഇസ്തിഖാമത്തിൽ അടിവച്ചിട്ട് മരിക്കലോട്ടോ ജീവിക്കുന്നുണ്ടായെങ്കിൽ ഒന്നാമത്തേത് അതിൽ പഠിക്കുകയുള്ളത് തൗഹീദില് ദൃഢമായിട്ട് ഞങ്ങൾ ജീവിക്കും. അള്ളാഹ് അവിടെ ഏകത്വത്തില് ദൃഢമായിട്ട് ജീവിക്കണം. ഞങ്ങളുടെ മനസ്സ്, ഞങ്ങളുടെ കൽബും അത് അഭയക്കേക്കിന് അള്ളാഹുവിനെ മാത്രമായിട്ടിക്കണം. അള്ളാഹു അല്ലാത്ത ഒരു ഭാഗത്തും അഭയക്കേക്കൊണ്ട് പോകുന്നു തീരാം. അള്ളാഹു അല്ലാത്ത ഒരു പഠിപ്പും കിട്ടും ആ മനസ്സ് കടന്നു പോകുന്നു തീരാം, തിരിഞ്ഞു പോകുന്നു തീരാം. അള്ളാഹുടെ ആ ഏകത്വത്തില് ദൃഢമായിട്ട് നിൽക്കണം. അതുകൊണ്ടല്ലേ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് അയാൾക്ക് പഠിപ്പാറ്റേണ്ടത് യജ്അൽ ഖൽബക മസ്ജിദ, നിന്റെ കൽബിനെ നീ പള്ളിയാക്കണം ചൊല്ലുന്നു. ആര്? സാക്ഷാൽ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പഠിപ്പാറ്റേണ്ടത് യജ്അൽ ഖൽബക മസ്ജിദ, നിന്റെ കൽബിനെ നീ പള്ളിയാക്കണം ചൊല്ലുന്നു. എന്തിനു പള്ളിയാക്കണം? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളിയെല്ലാം അല്ലാഹുവിലേക്കാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ വിട്ടിട്ട് ഒരാളുടെ നിങ്ങൾ വിളിച്ചു കേൾക്കുന്ന വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു പഠിപ്പാറ്റണ്ടേ. അങ്ങനത്തെ പള്ളിയാവും നിങ്ങളുടെ കൽബും. അതിൽ അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയും ഒരു വ്യക്തിയും ഒരാളുടെയും ഒരു പഠിപ്പുകൾ നിങ്ങൾ ആശ്രയിക്കുകീരാ. ഈ കൽബുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു. കൽബുൽ ആയിരക്കണക്കിന് വിഗ്രഹത്തെ നിങ്ങൾ പ്രതിഷ്ഠാപനാക്കിയിട്ടുള്ളൂ. അതിൽ ചൊല്ലത് കൽബുലു നിങ്ങൾ കഷ്ടപ്പെടുമ്പോ ഇന്ന ബാബയുടെ മുട്ട, ഇന്ന ബീബിയുടെ മുട്ട, ഇന്ന തങ്ങളുടെ മുട്ട, ഇന്ന നബിമാരുടെ മുട്ട, ഇന്ന പഠിപ്പുകളുടെ മുട്ട നിങ്ങൾ കടന്നു പോകുന്നു. എന്നിട്ട് നാവും നിങ്ങൾ ചൊല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധന അർഹനായിട്ട് അല്ലാഹു മാത്രമേ ഉണ്ട്. ശരിയാവില്ലത്, ഒന്നും ശരിയാവില്ല. അതുകൊണ്ട് 1000 പക്കം നിങ്ങൾ കൽബിൽ നിങ്ങൾ ചൊല്ലുള്ളൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നാവിന് ഓർപ്പെട്ട മാത്രമേ ചൊല്ലുള്ളൂ. കാരണം ഈ കൽബൈപ്പിക്കുന്നു ആ തൗഹീദിന്റെ കേന്ദ്രം. ഇതിൽ അല്ലാഹു അല്ലാത്ത ഒരാളെ നിങ്ങൾ പ്രതീക്ഷിക്കുകീരാ, ആശ്രയിക്കുകീരാ. അത് നിങ്ങൾ ഇസ്തിഖാമത്തിൽ നിങ്ങൾക്ക് ചെറുതപ്പാട്ട് ശിർക്കൻ വിശ്വാസത്തിൽ നിങ്ങൾ കടന്നുപോയാ പിന്നെ അള്ളാന്റെ ആ നേരായ മാർഗത്തിൽ നിങ്ങൾക്ക് ജീവിക്കുക സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടല്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, ദുആർക്കും ആവശ്യപ്പെട്ട ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ പഠിച്ചു വയ്ക്കുന്നത്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക, അല്ലാഹുമ്മ അല്ലാഹുവേ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ തിരിക്കുന്ന റബ്ബേ, ഹൃദയത്തെ ചേഞ്ച് ആക്കുന്ന റബ്ബേ, തപ്പിച്ചൊല്ലെങ്കിൽ ഉറച്ചു നിപ്പാട്ടും, സ്ഥിരത്തിൽ നിപ്പാട്ടും, ഇസ്തിഖാമത്ത് നിപ്പാട്ടും, അലാ ദീനിക്ക്, എന്റെ ദീന്റെ മേൽ. അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, പ്രാർത്ഥിക്കുമെന്ന് എന്റെ പഠിപ്പാട്ട് തന്നത്. കാരണം ഇത് എപ്പോ തിരിച്ചൊള്ളത് സാധ്യമല്ല, ഏത് സന്ദർഭം തിരിച്ചൊള്ളത് സാധ്യമല്ല. അതുകൊണ്ട് മാന്യ സഹോദരന്മാരെ, ഈ പള്ളിയിലുള്ള കൂടിയ സഹോദരന്മാരെ, അള്ളാഹു നമുക്ക് തന്നെ വലിയൊരു ഗിഫ്റ്റ് എത്തിക്കരുത്, വലിയൊരു ബഹുമാനം എത്തിക്കരുത്, ഹിദായത്ത് ചൊല്ലത്. അത് അള്ളാഹു ഇഷ്ടപ്പെട്ടെങ്കല്ലേ കൊടുക്കണേ. ഖുർആൻ ചൊല്ലേ ആരെങ്കിലും ഒരു തറവാട് നോക്കിയിട്ട് സമ്പത്ത് നോക്കിയിട്ട് അള്ളാഹ് കൊടുക്കേ, അതായിട്ട് അള്ളാഹു തീരുമാനിച്ച കൊടുക്കുക. എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ അത് മരിക്കുന്നോത്തോളം ആ തൗഹീദിനെ മാർഗത്തിൽ തപ്പിപ്പോവത്തെ പോലെ ജീവിക്കരുത്, ജീവനാക്കരുത്, ഞങ്ങളെ ബാധ്യത എത്തിക്കരുത്. കാരണം അതിൽ എപ്പോ വേണേ തിരിച്ചു പോകുന്ന സാധ്യത ഉണ്ട്, എപ്പോ വേണേ അതിൽ നിന്ന് തെരഞ്ഞെടുച്ചു പോകുന്ന സാധ്യത ഉണ്ട്. അതുകൊണ്ട് തൗഹീദിന്റെ വിഷയത്തിൽ ഭാരി സൂക്ഷ്മത പുലർത്തണം. അതിന് നെഗ്ലക്റ്റായിട്ട് എയർപോർട്ടിടാം. അത് നെഗ്ലക്റ്റായിട്ട് എത്തേണ്ടെങ്കിൽ എല്ലാം പൊഞ്ഞു പോയിട്ട് ഒന്നും നമുക്ക് കിട്ടില്ല, ഇസ്തിഖാമത്ത് ജീവിക്കാവില്ല. കാരണം തൗഹീദ് ചൊല്ലത് നിർഭയത്വം എത്തിക്കരുത്, കൽബുക്ക് ഭയപ്പാടുണ്ടാവില്ല. അതുകൊണ്ടല്ലേ ഒരു തൗഹീദ് സ്വീകരിച്ച ഒരു മനുഷ്യൻ അവൻ കുടുംബത്തിൽ പേടിക്കുകയില്ല, ജമാഅത്തിൽ പേടിക്കുകയില്ല, റായത്തിൽ പേടിക്കുകയില്ല. അങ്ങനെ പേടിച്ചുണ്ടെങ്കിൽ അവന്റെ തൗഹീദ് പൂർണ്ണമല്ല. കാരണം തൗഹീദ് തന്നെ നിർഭയത്വം എത്തിക്കരുത്. അള്ളാഹുവിനെ മാത്രം ഞാൻ ആരാധിക്കുന്ന ചൊല്ലിന്റെ ഒരു പേരില് എന്ത് സഹിക്കും ഒരു മുഅ്മിൻ റെഡിയാവും. അതെത്തിക്ക് റസൂലും സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കം റളിയല്ലാഹുവിന്റെ ഔത്തിൽ ഗോപ്യമായിട്ട് ആരുമില്ല. നബിക്ക് കയ്യില് വിരലിന് എത്ര ആൾമാർ മാത്രം കിട്ടിയപ്പ അക്കം റളിയല്ലാഹുവിനോട് ഔത്തിൽ ഗോപ്യമായിട്ട് പ്രബോധനാക്കുമ്പോ മുശ്രിക്കുകൾ തേടിയുണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ. ആ സന്ദർഭത്തിൽ സ്വഹാബത്ത് ചൊന്ന, നബിയെ ഞങ്ങൾ ചൊല്ലുന്നത് ഹക്കല്ലേ നബിയെ, ഞങ്ങൾ ചൊല്ലുന്നത് സത്യമല്ലേ നബിയെ. നബി ചൊല്ലു സൂര്യ ഉദയിക്കരുത്, അതിനെ കാണിച്ച് സത്യമായിട്ട് ഞങ്ങൾ ചൊല്ലത് എന്നെങ്കിൽ നബിയെ ഞങ്ങൾ എന്നുകൂടെ വഞ്ചിച്ചോളൂ. പോയി ഞങ്ങൾ കാബാലയത്തിന്, ആ കാബ
കാബാലയത്ത് പോയിട്ട് ഉറക്കെ ചൊല്ലാം. അങ്ങ് എന്ത് തന്നെ നിങ്ങൾ സഹിക്കാണ്ട് അള്ളാഹു റസൂലും സഹാബത്തും കൈപിടിച്ചു പോയില്ലേ? എന്നിട്ട് ആ കാബാലയത്ത് മുന്നോട്ട് ചൊന്നല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപനത്തില്ലേ? അതേറ്റിക്ക് ഒരു മുവഹിദ്, അതേറ്റിക്ക് സത്യവിശ്വാസി, അവനായിട്ട് ഇസ്തിഖാമത്ത് ജീവിക്കണം, അവനായിട്ട് തൗഹീദിൽ ജീവിക്കണം. അല്ലാണ്ട് തൗഹീദ് മനസ്സിലായിട്ടും അവനെന്താക്കും, ജമാഅത്ത് എന്താക്കും, നക്ക് ഖബർ തരുക, നക്ക് അങ്ങനെ ഒന്നും ദുനിയാവിടെ നോക്കണ്ട. ബദലായിട്ട് തൗഹീദ് സ്വീകരിച്ചെങ്കിൽ അതിന് പ്രയാസം അനുഭവിച്ചിട്ടേ തീരും. അത് നബിമാരുടെ ചരിത്രത്തിൽ നമുക്ക് വെളിപ്പാട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ ഇസ്തിഖാമത്ത് ഞങ്ങൾ നിലനിൽക്കൊണ്ടെങ്കിൽ തൗഹീദിൽ ദൃഢമായിട്ട് ഞങ്ങൾ ജീവിക്കും. ഞങ്ങൾക്ക് അള്ളാഹു തന്നെ ബെല്ലിനിയമത്തേക്ക് സിർക്കിൽ നിന്ന് അള്ളാഹു ഈ ബെഞ്ചിക്ക് ഞങ്ങൾ കൊണ്ടുവന്ന അപ്പൊ മരിക്കുന്ന ഒത്തൊല്ലിന്റെ ഞങ്ങൾ ഭാഗത്ത് നിലനിൽക്കുവാനായിട്ട് ഞങ്ങൾ നിന്ന് പ്രവർത്തനങ്ങൾ ഉണ്ടാവും, പ്രാർത്ഥനകൾ ഉണ്ടാവും. അതേറ്റേക്ക് ഒന്നാമത്തേത് ഞങ്ങൾ മനസ്സിലാക്കുള്ളത്. രണ്ടാമത്തെ സഹോദരന്മാരെ ഇസ്തിഖാമത്തിൽ നിലനിൽക്കുന്നുണ്ടായെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു നിരന്തരമായിട്ട് ആക്കടെ ഇബാദത്തുങ്ങ അള്ളാഹു ഏറെ ഇഷ്ടമുള്ളതായിട്ടിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് ആക്കടെ ഇബാദത്തുങ്ങ അത് ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. അപ്പഴത്തേക്ക് ഇസ്തിഖാമത്തൊക്കെ ജീവിതാക്കണം. നിമിഷം വെച്ചിട്ടുണ്ടല്ലേ അഹബ്ബുൽ അമാലി ഇലല്ലാഹി അദ്അമുഹാ വഇൻ ഖല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു അള്ളാഹു യാരെ ഇഷ്ടപ്പെട്ട അമല് ഏത് ചൊന്നെങ്കിൽ നിരന്തരമായിട്ട് ആക്കടെ അമലായിട്ടിരിക്കരുത്. അത് തെല്ലായും സമ. കാരണം ചില ആൾമാർ ആവേശത്തില് ഒരേ നാൾ ഇബാദത്തിന് എടുക്കണോ, നല്ല ഇബാദത്തുകൾ എന്നെങ്കിൽ ആവശ്യം കുറഞ്ഞ പോലമേ അങ്ങനെ ഇബാദത്ത് കുറഞ്ഞ പണ്ട അവസ്ഥ. അങ്ങനല്ല ഒരു മുഅ്മിനായി, അങ്ങനല്ല. റമളാൻ തിങ്കളില് ഫസ്റ്റ് തുടങ്ങി ഒരു വാരത്തേക്ക് റമളാൻ തിങ്കൾ തീർത്തിനങ്ങള് അല്ലെ ഞങ്ങൾ പരിശോധന ആക്കണം. ആ റമളാൻ തിങ്കൾ തീനായി പിന്നെ ഈ ഒരു വാരത്തില് റമളാനിലുള്ള ഇബാദത്ത് ഞങ്ങൾക്കുള്ളത് അതല്ല, അത് കുറഞ്ഞവർക്കുണ്ട ആവേശമുള്ള ഇസ്ലാം ഉപനായത്. ബദലായിട്ട് ഇസ്ലാം പഠിപ്പാത്തന്റെ നിരന്തരമായിട്ടുള്ള ഇബാദത്ത് അത് തെല്ലായും സമ. ഉദാഹരണക്ക് നിസ്കാരം എടുക്കും, 5 വക്ത നിസ്കാരം, അത് ഇസ്തിഖാമത്തിൽ നിലനിൽപ്പാട്ട്. കാരണം ആ നിസ്കാരത്തെ വിഷയത്ത് അല്ലാഹു പഠിപ്പാത്തേണ്ടത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ. നിശ്ചയമായിട്ടും നിസ്കാരം ചൊല്ലത് ബെടക്കിൽ നിന്നും നിഷിദ്ധ കാര്യങ്ങൾ നിന്നും നിങ്ങളെ തടഞ്ഞു വയ്ക്കരുത്. ഞങ്ങൾ നിസ്കരിക്കുക, 5 വക്ത നിസ്കരിക്കുക, നന്റെ സ്വഭാവനല്ലേ ഇല്ല, നന്റെ നാവ് സമയമില്ല, നന്റെ ഇടപാട് സമയമില്ല, നന്റെ ജീവിത സമയമില്ല. നിസ്കാരത്തിൽ എന്ത് ആ നിസ്കാരത്തിൽ എന്തോ തകരാറുണ്ടോ? ഞാൻ നിസ്കാരത്തിൽ എന്തോ തകരാറ് അള്ളാഹുവിന്റെ നിസ്കാരം നിന്റെ ബെടക്ക് തരത്തിൽ നിന്നും നിഷിദ്ധമായ കാരണത്തിൽ തടഞ്ഞു വെക്കരുത്. അത് നിസ്കാരത്തിൽ കിട്ടുന്നതായിട്ട് ആറ് വഴിപാറ്റന്റെ അള്ള വഴിപാറ്റന്റെ ഞാൻ നിസ്കരിച്ചിട്ട് നന്റെ ജീവിത ശരിയില്ല. അപ്പൊ നിന്റെ നിസ്കാരം എന്തെങ്കിലും തകരാറുണ്ട് സഹോദരന്മാരെ, ശരിയാക്കണം. അതുകൊണ്ട് പഠിപ്പാറ്റേണ്ടത് നിസ്കാരം അത് കാലി നോമ്പുൽ മാറ്റായിട്ട് തീരുക. വെള്ളിയാഴ്ച മാത്രം നാവ് തീരാം. നിന്റെ മരിപ്പത്തോളും നിന്റെ റബ്ബും നീ ഇബാദത്ത്. അപ്പൊ നിസ്കരിക്കുക എങ്ങനെ നിസ്കരിക്കേ? ശരീരമായിട്ട് മാത്രം നിസ്കരിക്കുന്നില്ല, കൽബ് കൊണ്ട് നിസ്കരിക്കും, ഹൃദയം കൊണ്ട് അല്ലാഹു നിസ്കരിക്കും. ഇബാദത്ത് സമർപ്പിക്കുമ്പോ ശരീരം മാത്രമല്ലാണെങ്കിലേ കൽബും ആ നിസ്കാരത്തിൽ ഉപയോഗം. ആ നിസ്കാരത്തെ മാത്രം എത്തിക്കല് അള്ളാഹു ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കരുത്. ഇത് നിരന്തരമായിട്ട് എടുക്കരുത്. ഡെയിലി 5 വക്ത നിന്നു ഇത് നിസ്കരിക്കുമ്പോ ഞങ്ങളുടെ മനസ്സ് പോലെ സ്വസ്ഥതണ്ട്. അള്ളാഹു ആയത്തിൽ അവസാനിക്കരുത് വലദിക്റുല്ലാഹി അക്ബർ. അള്ളാഹുടെ സ്മരണ എല്ലാത്തെ കണ്ടി ബെല്ലിനെത്തിക്കുന്നത്. നിസ്കാരം ചൊല്ലി അള്ളാഹുടെ സ്മരണ എത്തിക്കുന്നത് അത് എല്ലാത്തെ കണ്ടി ബെല്ലിനെത്തിക്കുന്നത്. ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സോട് കൂടി ഇഖ്ലാസോട് കൂടി വജഹാഗ്രഹിച്ച് അള്ളാഹ് വജഹാഗ്രഹിച്ച് നിസ്കരിച്ചുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ദീന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കുക സാധ്യമാവുള്ളൂ. എന്ത് മന്നെയും ആ കൽബുള്ള ഈമാൻ ഉണ്ടാവും തെറ്റിക്കുന്നത്. രണ്ടാമത്തേത് ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ സഹോദരന്മാരെ. അപ്പൊ ഈ 2 കാര്യത്തിക്കര് ഈ ഒന്നാമത്തെ ഫുട്ബൊന്നല്ല, ഇത് ചെറിയ വിഷയമായിട്ട് കരുതണ്ട സഹോദരന്മാരെ. ഉറച്ചു നിൽക്കുന്നുണ്ടായെങ്കിൽ തൗഹീദിലും അതേപോലെ നിരന്തരമായിട്ടുള്ള ഇബാദത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ വേണം. അതേപോലെ നിരന്തരമായിട്ട് ഇബാദത്ത് എടുക്കുന്ന സത്കർമ്മ കൂടെ ഖുർആൻ പാരായണ ഡെയിലി ഔട്ട് ഒരു തെല്ല് നേരെയും അള്ളാഹുടെ ഖുർആൻ പാരായണ ആക്കണം. അള്ളാഹുടെ ഖുർആൻ ഓടുന്നു വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അങ്ങനെ മുതൽ അള്ളാഹുടെ ആയത്ത് ഓതി കേൾപ്പാറ്റെങ്കിൽ അനക്ക് അർത്ഥമണ്ടില്ല, അനക്ക് വെളിച്ചലാവില്ല, അനക്ക് തൂക്കമണ്ടില്ല. ബദലായിട്ട് അള്ളാഹ് ചൊല്ലേ സാദതുഹും ഈമാനാ. അങ്ങനെ ഈമാൻ യാറാവും.
ഖുർആന്റെ ആയത്ത് ഞങ്ങൾ നിങ്ങൾ ഓടിയപ്പം പരിശോധന ആക്കണം. നമുക്ക് തൂക്കം വേണ്ട, ഉറക്കം വേണ്ട, അല്ലെങ്കിൽ ആലസ്യ കാട്ട, അല്ലെങ്കിൽ അതിനെ എതിരെ അഹങ്കാരമായിട്ട് കാട്ടമാ. ഞങ്ങൾ മുഅ്മിനീങ്ങള അല്ല ചൊല്ലേ, മുഅ്മിനീങ്ങളെ ക്വാളിറ്റിക്ക് അല്ല ചൊല്ലേ, വഇദാ തുലിയത അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. അങ്ങനെ ഈമാൻ യാറാവും, അങ്ങനെ ഈമാൻ വർദ്ധനാവും. ഇത് ഡെയിലി എടുക്കുന്ന സത്കർമ്മ ദിക്റ്, അള്ളാഹു ഖുർആൻ പാരായണാക്കും. അതേപോലെ ദിക്റ്, അള്ളാഹിനെ കുറിച്ചിട്ടുള്ള ഓർമ്മ, ഇതൊക്കെ ഡെയിലി തെല്ല് നേരങ്ങ ഐക്യ വേണ്ടിയിട്ട് സമയത്ത് മീസൽ വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇസ്തിഖാമത്തിന്റെ മാർഗത്തില് ഉറച്ച് ജീവിക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നവത്തോറും അള്ളാഹു റസൂൽ പഠിപ്പാൻ തന്നെ ആ സിറാത്ത് മുസ്തഖീമായ മാർഗത്തില് ഉറച്ച് ജീവിക്കല് യഥാർത്ഥ സത്യവിശ്വാസമായ കൂട്ടത്തില് അള്ളാഹു നിങ്ങൾ എല്ലാവരും മുൻപെട്ടി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുടെ ನಿಯಮನಿರ್ದೇಶನಕ್ಕನುಸರಿಸಿ ಜೀವಿಕನ ಸ್ವಂತ ನಫ್ಸರ ಮರ್ಕಂಟ ಓರೋತಟ್ಟಿಗೆ ಉಪದೇಶ ಆಯ್ಕೊಂಡಿಲ್ಲ, ವಸಿಯತ್ ಆಯ್ಕೊಂಡಿಲ್ಲ. സഹോദരന്മാരെ, ഇസ്തിഖാമത്തില് ജീവനാക്കുകൊല്ലേ രണ്ട് വിഷയത്തേക്ക് ഞങ്ങൾ മനസ്സിലാക്കി വന്നത്. അതിൽ ഒന്നാമത്തേത് തൗഹീദില് അള്ളാഹുടെ ഏകത്വത്തെ ദൃഢമായിട്ട് ജീവിക്കുന്നതും, അതേപോലെ ഞങ്ങളെ നിരന്തരമായിട്ടുള്ള ജീവിതത്തില് സത്കർമ്മങ്ങളെ നിർവഹിക്കുന്ന വിഷയത്തിലേക്ക്. ഇന്ന് മൂന്നാമത്തേത് ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിക്കരുത്, നല്ല ചങ്ങായിമാരെ സെലക്ട് ആക്കരുത്. ഇത് ഇസ്തിഖാമത്തിൽ ഞങ്ങൾ ഉറപ്പിച്ച് നിപ്പാട്ടം. ചിലപ്പോ ഇന്നത്തെ ബാലക്കാർമാരും ബാലക്കാട്ടിമാരും സോത്തു പോണ്ട ഒരു ഘട്ടമായിത്തിക്കരുത്. നല്ലൊരു ചങ്ങായിമാരെ സ്വീകരിക്കാണ്ടിക്കരുത്. ഇസ്ലാം അതിക്ക് എത്രമാത്രം പ്രാധാന്യത്തെ തന്നെ ചൊന്നെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പലക്കുന്നു, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയ്യി യുരീദുന വജ്ഹഹു. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ വസ്ബിർ നഫ്സക, നിങ്ങളെ നഫ്സിനെ സബറോട് കൂടി പിടിച്ചിനിപ്പാക്കണം. ആരെ കൊടുക്കുന്നുണ്ടാ അല്ല ചൊല്ലേ, അധികാരമില്ലാവുണ്ട്, സമ്പത്തില്ലാവുണ്ട്, അല്ലെങ്കിൽ ധിക്കാര കാട്ടുണ്ടല്ല, ബദലായിട്ട് യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയ്യി. ആരല്ലാഹുടെ പ്രഭാതത്തിലും പ്രദോഷത്തിലും ആരല്ലാഹുടെ ഓർക്കണ അങ്ങനെ കൂടെ നിങ്ങളെ മനസ്സിനെ സബറോട് കൂടി പിടിച്ചിനിപ്പാക്കണം. യുരീദുന വജ്ഹഹു, നിങ്ങളെ മനസ്സിനെ അവിടെ എന്താക്കണോ സബറോട് കൂടി നിപ്പാട്ടോ. ഒർക്കത്തിലും അങ്ങനിട്ട് നിങ്ങളെ മുഖത്ത് തിരിച്ചുവിടേണ്ട നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാൻ തന്നെ. റബ്ബ് സുബ്ഹാനഹു വ തആല വലാ തഅഉദു ഐനാക അൻഹും തുരീദു സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ഒരിക്കൽ തങ്ങളിലിട്ട് നിങ്ങളെ കണ്ണൊരു തിരിപ്പാട്ടോ നോക്കിയത. കാരണം ഈ ദുനിയാവുടെ വിഭവ പല ആൾമാരെ കൂടെ ആയിട്ടിക്കും നബിയെ, പല ആൾമാരെ കൂടെ ആയിട്ടിക്കും. അതായത് ഇവിടെ അള്ളാഹു പഠിപ്പാത്തേണ്ടത് ആരല്ലാഹുടെ ഓർക്കുന്നവരാ, ആരല്ലാന്റെ ദീന്റെ മാർഗത്തിൽ ജീവിക്കുന്നവരാ നബിയെ അങ്ങനെ കൂടെ നിങ്ങൾ നിൽക്കോ നബിയെ, അങ്ങനെ വിട്ടു പോവല എന്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നേ. അതിനർത്ഥം നമുക്ക് അള്ളാഹു പഠിപ്പാറ്റേണ്ടത് സത്യവിശ്വാസിയായ മനുഷ്യൻ ചിലപ്പോ അവന്റെ സമ്പത്തിക്കല, അധികാരിക്കല, സ്വാധീനമിക്കല എന്നെങ്കിലും അള്ളാഹുടെ ദീനിൽ ഉറച്ച് ജീവിച്ചോണ്ടുള്ള അവന്റെ കൂടെ നീ ജീവിക്കൊണ്ടായിരിക്കും ഇസ്ലാം ചൊല്ലി. ഇസ്ലാം നല്ലങ്ങളെ കൂടെ മാത്രമേ ജീവിക്കല്ലേ. നിന്റെ സഹവാസങ്ങൾ നല്ലങ്ങളെ കൂടെ പേരുണ്ടായിരിക്കും. കാരണം അത് നിന്റെ കൽബുക ഈമാനിൽ നടക്കരുത്. നബി തർജുല്ലേ അങ്ങ് എത്ര കഷ്ടത്തങ്ങ എത്ര പ്രയാസം നിങ്ങൾ സബറോട് കൂടി പിടിച്ചു നിപ്പാട്ടോ. നിങ്ങളെ മനസ്സില് നിങ്ങളെ കണ്ണിൽ അങ്ങനെ തിരിപ്പാട്ടുണ്ട്, അങ്ങനെ തിരിപ്പാട്ടോ വേറെ നോക്കണ്ട. ഈ ദുനിയാവുടെ അധികാര സമ്പത്ത് അതേപോലെ തന്നെ രാമോ എല്ലാം വേറെ കൂടെ എത്തിക്കും നബിയെ നിങ്ങൾ കൂടി നിപ്പാട്ടോ. ഇതൊക്കെ ഒരു കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ നടന്ന ഒരു ഘടന നമുക്കൊന്നും മഹാനായ ഉമ്മു മക്തും റളിയല്ലാഹു അൻഹ പറഞ്ഞ സന്ദർഭ അല്ലെ. മക്കത്തില് പല മുശ്രിക്കീങ്ങ അങ്ങ വലിയ വലിയ ആൾമാറായിട്ടിക്കോ അങ്ങ് ചൊന്നർ മുഹമ്മദേ നിന്റെ ദീൻ അങ്ങ് പഠിക്കണ മൊത്തം നിന്റെ മുട്ട ബൺപോ നിന്റെ എതിർ കാണ്ടത് ഈ റായത്തിൽ ഒന്നും യോഗ്യത്തില്ല ആൾമാർ, സമ്പത്തില്ല അങ്ങനത്തെ, അധികാരം ഇല്ല അങ്ങനത്തെ, എന്തും ഇല്ല, ഒരു സ്ഥാനമാനില്ല. അങ്ങനെ കൂടെ ഞങ്ങൾ ദയിക്കില്ല മുഹമ്മദ്, അങ്ങനെ കൂടെ ഞങ്ങൾക്ക് വേറെ ഒരു സദസ്സിനെ ഉണ്ടാക്ക് ഞങ്ങൾ പണ്ട് ദീൻ പഠിക്കണ. അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സദസ്സിനെ ഉണ്ടാക്കിയത്. എന്തോ ആവട്ടെ അങ്ങ് നരകത്തിൽ നിന്നോ രക്ഷപ്പെട്ടമേ ആ ഒരു മനസ്ഥിതിയിലേക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് വേറെ ഒരു സദസ്സിനെ ഉണ്ടാക്കിയത്. അങ്ങ് നബി ദീൻ ചൊന്നോട്ടിക്കുമ്പോ മഹാനായ കണ്ണ് കാണാത്ത ഉമ്മു മക്തും റളിയല്ലാഹു അൻഹയോട് കടന്നു വന്നു അള്ളാഹുടെ വിഷയം പഠിക്കും. ആ സന്ദർഭത്തില് ഉമ്മു മക്തും റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച സന്ദർഭത്തില് നബി ഒന്ന് മുഖത്തൊന്ന് തിരിച്ചു കല്ലിട്ട്, അത് അഹങ്കാരത്തിൽ തിരിച്ചതല്ല, ബദലായിട്ട്
അത് പറഞ്ഞത് ഉമ്മ മക്തും നന്റെ സ്വഹാബി പിന്നെങ്കും ചൊല്ലാം. ഈ കൗം ഇപ്പൊ മാത്രമല്ല കിട്ട ചൊട്ടൊരു ഉദ്ദേശത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തെങ്ങനെ തിരിച്ചു കേൾക്കുമ്പോ അബസവത്തവല്ല അൻജാഉൽ അഅമ. നബി നിങ്ങൾ മുഖത്തും നിങ്ങൾ ചുഞ്ഞു കേൾക്കുന്നതല്ലേ? അൻജാഉൽ അഅമ, ഒരു കണ്ണ് കാണാത്ത മനുഷ്യനപ്പ നിങ്ങളെ വിട്ടുപോടും നബിയെ. അതാ നന്റെ വിഷയം പഠിക്കുമ്പോൾ മനസ്സിലാക്കുമെന്നാണ് അതിൽ ചൊല്ലു കൊടുക്കും. അത്ര പോലും അള്ളാഹു ഇഷ്ടപ്പെട്ടില്ല. അത്ര പോലും അതിനർത്ഥം അള്ളാഹു നമുക്ക് ചരിത്രം പഠിപ്പാറ്റേണ്ടത് എത്ര കഷ്ടത്തോളം പ്രയാസത്തോളം നിന്റെ ചങ്ങായിപ്പാർ നിന്റെ സഹവാസ ആരല്ലാവിടെ വജഹ ആഗ്രഹിച്ചിട്ട് ജീവിക്കണോടാ. അത് പൈസക്കാരോ പാവത്തവനോ അങ്ങനെ കൂടി പിടിച്ച് നിപ്പാട്ടോ. ഇല്ലെങ്കിൽ മനസ്സിലാക്കണം, ഈ പല്ലിൽ ചെമ്മ ബാലക്കാർമാരല്ലോ, ബാലക്കാർക്ക് മാറുള്ളൂ. ഇന്നത്തെ ബാലക്കാർമാർ സോഷ്യൽ മീഡിയത്തിൽ മാത്രമേ ജീവിക്കുക. അതിലൂടെ പല അനാവശ്യമായിട്ട് ബന്ധത്തെ സ്ഥാപനാക്കുക. ബേജാറാക്കുതീരാ. കാരണം ഇത് ഹക്കായ വിഷയത്തല്ലേ. ചില പെണ്ണിങ്ങ, എല്ലാ പെണ്ണുങ്ങൾ ചൊല്ലില്ല അങ്ങനെ സോഷ്യൽ മീഡിയത്തിൽ മാത്രം ജീവിക്കുന്ന ചില പെണ്ണിങ്ങ, വസ്ത്രത്തെ പിറവ് മാത്രം ജീവിക്കുന്ന ചില പെണ്ണിങ്ങ, ഫാഷന്റെ പിറവ് മാത്രം ജീവിക്കുന്ന പെണ്ണിങ്ങ, ദീന്റെ ഗന്ധകാലി കൊണ്ടില്ലാത്ത പല ബാലക്കാർമാരും പല ബാലക്കാർമാരും വെള്ളിയായിട്ട് വേണ്ട കാലഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. സൂറത്ത് ഫുർഖാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുർഖാൻ അതിൽ 27, 28, 29 ഈ 3 ആയത്ത് നോക്കണം. ഒരു ബെടക്ക് ചങ്ങായുടെ എത്തേണ്ടായി, ഒരു ബെടക്ക് ചങ്ങായി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായി. നാളെ പരലോകത്ത് അനുഭവിക്കുന്ന കഷ്ടപ്പാട് വിഷയത്തെ അള്ളാഹു പഠിപ്പാറ്റണ്ടേ. നാളെ വാലിമീങ്ങ പരലോകത്ത് കൈന്റെ കടിക്കുന്ന നാളുണ്ട്. ആര്? വാലിമീങ്ങ. യാ ലൈതനി, ഞങ്ങളുടെ നാശമേ, ഇത്തഖൽതു റസൂലി സബീല, ഞങ്ങൾ അള്ളാഹിന്റെ റസൂലിലെ ആ ഹിദായത്ത് മാർഗത്തെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നല്ലായിരിക്കാൻ തങ്ങ ചൊല്ലോ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ, എന്നിട്ട് ആദ്യം കീഴായ ചൊല്ലേ, യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. നന്റെ കഷ്ടമേ, പരലോക ചൊല്ലേ, തന്റെ നഷ്ടമേ, ഞാൻ ഈ വ്യക്തിയെ ചങ്ങായിപ്പാടാക്കിയിട്ടില്ല എന്തായെങ്കിൽ എത്ര നല്ലായിരിക്കാൻ പോകും. മനസ്സിലാക്കണം. ബെടക്ക് ചങ്ങായിമാരും ബെടക്ക് ചങ്ങായിമാരും സ്വീകരിക്കുന്ന എല്ലാ ബാലക്കാർമാരും മനസ്സിലാക്കണം. നാളെ പരലോകത്തില് നിങ്ങൾ സ്വീകരിച്ച ചങ്ങായിമാർ അങ്ങ് 5 വക്ത് നിസ്കാരത്തെ നിങ്ങൾ വിളിക്കോറാ ഹൈറ്, അങ്ങ് അള്ളാന്റെ ദീന്റെ മാർഗത്തിൽ വിളിക്കോറാ ഹൈറ്. അതല്ല അങ്ങ് നിങ്ങളെ ബെടക്ക് തരത്തുക്കും പലരുപ്പത്തുള്ള വ്യഭിചാരത്തെ ബന്ധത്തുക്കും നിങ്ങൾ വിളിക്കുന്നുണ്ടായെങ്കിൽ അങ്ങനെ എതിരായിട്ട് നിങ്ങൾ നാളെ ചൊല്ലത് യാ വൈത്തന ഞങ്ങളുടെ നഷ്ടമേ, ഈ ചങ്ങാനെ ഞാൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എത്ര നല്ലായിട്ടിക്കാനത്ത് എന്തങ്ങ ചൊല്ലു. ലഖദ് അദല്ലനി അനി ദിക്രി ബഅദ ഇദ ജാഅനി. നന്റെ മുട്ട അല്ലാഹുവിന്റെ ദിക്ർ പറഞ്ഞു അതിലേക്ക് തെറുത്തപ്പാറ്റവനോ ആര്? ഈ ചങ്ങായി. അതുകൊണ്ട് ഈ ചങ്ങായിന്റെ ഒരു സമയം ഞാൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ നരകത്തിൽ ബചവാവുന്നതല്ലേ. അതുകൊണ്ട് ഇസ്ലാം ചൊല്ലേ. അതുകൊണ്ടാ മനസ്സിലാക്കുന്നു. സോഷ്യൽ മീഡിയത്തിൽ ഒരു മെസ്സേജ് കത്തുമ്പോ, ഒരു അന്യ പെണ്ണിന് മെസ്സേജ്, വ്യഭിചാരത്തെ മെസ്സേജ് കത്തുമ്പോ മനസ്സിലാക്കും ഇന്നത് യാറായിട്ട് വന്നിട്ടുണ്ട് ഈ കാലത്തില്. സത്യവിശ്വാസിയായ ബാലക്കാർ സൂക്ഷിക്കുന്നു. ഈ ഭാഗത്തില് ഡ്രസ് മാത്രമല്ല, ഫാഷൻ അല്ല, സോഷ്യൽ മീഡിയ ഉപയോഗിക്കോളൂ നല്ലതൊക്കെ വേണേറ്റ്. എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ ചങ്ങായിമാരെ നിങ്ങൾ സൂക്ഷിക്കോളൂ. ഇത്രത്തോളം നിങ്ങൾ കിട്ടിയ ചങ്ങായിമാർ ആരും ചൊല്ലി നിങ്ങൾ സൂക്ഷിക്കോളൂ. നാളെ ഈ ബെറല് കടിക്കുന്ന ചങ്ങായിമാറാ ഇപ്പൊ ആ ബന്ധത്തെ മുറിച്ചിക്കയും. ആ ചങ്ങായിപ്പാട് വേണ്ട. നിങ്ങൾ നന്റെ 5 വക്ത് നിസ്കരിക്കരേ, നന്റെ റബ്ബുടെ മാർഗത്തിൽ വിളിക്കരേ, ആ റബ്ബുടെ ദീനിക്ക് മേലെ പണിയെടുപ്പാട്ടേ. ഒരു ചങ്ങായി നക്കി കിട്ടിയെങ്കിൽ നാളെ പരലോകത്ത് ഞാൻ രക്ഷപ്പെടുക. അതല്ലെങ്കിൽ അങ്ങനെ കൈ കടിക്കോ പറഞ്ഞാല അങ്ങനെ കൈ കടിച്ചിട്ട് ഭയത്തിലോട് നിൽക്കൂ പറഞ്ഞു. അതുകൊണ്ട് നല്ല ചങ്ങായിമാരെ സെലക്ട് ആക്കണം, നല്ല ചങ്ങാതിമാരെ സെലക്ട് ആക്കണം. അള്ളാന്റെ ദീന്റെ മാർഗം ചെറുതപ്പാട്ട ചങ്ങായിമാർ വേണ്ട. അത് നിങ്ങൾ ഈ നേരായ ഇസ്തിഖാമത്തെ മാർഗത്തിൽ നിന്ന് ചെറുതപ്പാട്ട ഒരു വിഷയത്തിക്ക് ഇന്ന് അവസാനമായി ചൊല്ലുകൊള്ളത് ഇസ്തിഖാമത്തിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ മരണചിന്തന എപ്പോഴും ഞങ്ങൾ തികവേണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുന്നില്ലേ, എല്ലാ സുഖ സമ്പൂർണത്തെയും മുറിച്ച് കളിയുടെ പോലത്തെ മരണത്തെ നിങ്ങൾ ഓർക്കണം. ഇൻഷാ അല്ലാഹ് ഇപ്പൊ നിങ്ങൾ ജുമാ നിസ്കരിക്കോ, ജുമാ നിസ്കരിച്ചിട്ട് അസർ നിസ്കാരത്തിക്ക് ഈ മിമ്പറിന്റെ മേൽ നാണില്ല, ഈ നിങ്ങളില്ല. ഞങ്ങൾ ഈ ദുനിയാവുടെ മേലുള്ള ചൊല്ലുക സാധ്യമല്ല. നെക്സ്റ്റ് നിമിഷത്തില്, നെക്സ്റ്റ് സെക്കൻഡിലോ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും ചൊല്ലുക സാധ്യമല്ല. അതുകൊണ്ട്
അക്കത്തീറോ കാലി ഓർക്കൊൻ ചൊന്നല്ല നബി ധാരാളമായിട്ട് അക്കത്തീർ ചൊന്ന ധാരാളമായിട്ട് ഓർക്കൊരു ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത് നിങ്ങളെ കയ്യും കാലും നീട്ടൽപ്പെട്ടേ വജാഅത്ത് സഖറത്തുൽ മൗത്ത് ബിൽ ഹഖ് കയ്യും കാലും നീട്ടൽപ്പെട്ട സഖറാത്ത് മൗത്തുണ്ടല്ലേ അത് ഹക്കൈത്തിക്കറ് അത് ബന്നത്തിറൈത്തിക്കറ് ഏത് സമയത്തും നിന്റെ മുന്നിൽ കടന്നുവന്റെ ഒരു അതിഥി എത്തിക്കറ് അതുകൊണ്ട് നിന്റെ കച്ചവടത്തെ ഭാഗത്തും നിന്റെ എല്ലാ ജീവിത എല്ലാ മേഖലയിലും നീ എങ്ങനെ ജീവിക്കണമെന്നും ആ മരണത്തെ നീ ഓർക്കണം അങ്ങനെ ഓർത്ത് ജീവിച്ചെങ്കിൽ നീ അള്ളാഹുടെ മാർഗത്ത് വരച്ചു നിൽക്കില്ല നീ ബെടുക്ക് തരത്ത് കടന്നു പോകുന്നില്ല ഒരു ബെടുക്ക് തരത്തും നീ പ്രോത്സാഹം കൊടുക്കില്ല ബദലായിട്ട് നിനക്ക് മരണത്തെ പേടിയുണ്ടോ മരിപ്പുടെ പേടിയുണ്ടോ ആ മരണത്തെ നീ കടന്നു പോകുന്നുണ്ടോ അല്ലെ അബൂബക്കർ സിദ്ദീഖ് എല്ലാം ചൊന്നല്ലേ നിന്റെ ചൊറുപ്പിടെ ഭാരത്തെ കാണ്ടിമുട്ട നിന്റെ മരണമുണ്ടോ നിന്റെ ചൊറുപ്പിടെ ഭാരത്തെ കാണ്ടിമുട്ട നിന്റെ മരണമുണ്ടോ നിങ്ങൾ ചൊറുപ്പിട ആ ചൊറുപ്പ് കാൽകിട്ട ഭാരം നിങ്ങളെ കാലിക്ക് എത്ര മുട്ടുണ്ടോ അതിലെ കാണ്ടിമുട്ട മരണമുണ്ട് ചൊന്തൈറ്റിക്കര് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് പഠിപ്പാറ്റന്റെ ഞങ്ങൾ ഇക്കരെ ഐസിയുലേറ്റിക്കര് അല്ലെ ഒരു ഐസിയുൽ ഒരു പേഷ്യന്റ് ഉണ്ടോ ഡോക്ടർ ടൈം എട്ടി കൊടുക്കൂ 24 ഗಂಟೆമാ എന്നിട്ടെങ്കിൽ ഒരു ടൈമും നങ്കാറില്ല ഈ ദുനിയാവ് ചൊല്ല ഒരു ഐസിയു ആയിട്ടിക്കര് എപ്പോ വിട്ട് തെച്ചു പോകേണ്ട ചൊന്തു സാധ്യമല്ല ഹാർട്ട് റേറ്റ് ഒന്ന് നിന്നു പോയെങ്കിൽ തീന്നു പോയിട്ട് നക്ക് എത്ര പേര് പേടിക്കട്ട് നന്റെ പിന്നെ വിളിക്കുന്ന ആൾമാർ മയ്യത്തിന്റെ അതുകൊണ്ടാ സത്യവിശ്വാസിമാരെ നാളത്തെ പേരേക്ക് എന്ത് തയ്യാറാക്കി വെച്ചോണം എന്തുണ്ട് നിങ്ങളെ കൂടെ അതുകൊണ്ട് സഹോദരന്മാരെ ചൊന്നവന്റെ വിഷയ ഇസ്തിഖാമത്ത് ചൊല്ലല് അത് മരിക്കുന്നവർത്തോളം ഞങ്ങൾ ജീവിതത്തിൽ വന്നു നോമ്പിന് മാത്രമല്ല ജീവിത ഏതെങ്കിലും ഒരു പ്രത്യേകമായ നാളിൽ മാത്രമല്ല ജീവിത അതുകൊണ്ട് ഞങ്ങൾ എന്തിനാക്കണം ഒന്നുണ്ടാ ഡെയിലി വരുന്ന നേരത്തേക്ക് ഒന്ന് ഞങ്ങൾ വിചാരണയാക്കണം ഹാസിബോ കബുലഹൻ തുഹാസബോ അല്ല നാളെ നിന്റെ വിചാരണാക്കിലേക്ക് മുന്നോട്ട് സ്വയം നിന്റെ നീ വിചാരണാക്ക് 35 വർഷം 40 വർഷത്തിൽ നിങ്ങൾ അവകാശപ്പെട്ട ബുദ്ധി വന്നേൽ പിന്നെ എത്ര പേർക്ക് തന്നെ ജീവിതം കഴിഞ്ഞു പോയത് അത് ചിലപ്പോ ഞങ്ങൾക്ക് മറന്നു പോയിരിക്കും അള്ളാന്റെ പക്കൽ രേഖപ്പെട്ടുണ്ട് വിചാരണാക്കണം നന്റെ ജീവിതം ഇപ്പൊ ನಾನು മരണപ്പെട്ടു പോയെങ്കിൽ ഇപ്പൊ ನಾನು മരിച്ചു പോയെങ്കിൽ നന്റെ അവസ്ഥ എന്ത് ചൊന്തു ഓരോരുത്തരും മനസ്സ് കൈവച്ച് ചിന്തിപ്പനായി നേരം എത്തിക്കറ് ചിന്തിക്കാതെ പോയിട്ടായി വലിയൊരു നഷ്ടം എത്തിക്കറുള്ളത് അതുകൊണ്ട് സഹോദരന്മാരെ 4 വിഷയം എത്തിക്കറ് ഇസ്തിഖാമത്ത് നിലയിൽപ്പാട്ട് പേരായിട്ട് ചൊന്ന് 4 വിഷയം എത്തിക്കറ് ഈ വിഷയത്തെ ഗമനത്തെടുത്തത് ചൊല്ലിട്ട് നാനും കേക്ക് നിങ്ങൾ ഓരോരുത്തരും മരിക്കുന്നോർത്തോളും ആ റൂഹ് കൊണ്ട് നേർത്തു മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം തലഭാഗത്ത് വന്ന് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന പരിശുദ്ധമായ ആത്മാവ് വിളിക്കുന്നോർത്തോളും ആ മാർഗത്തില് ഇസ്തിഖാമത്തിൽ അടിവച്ചിട്ട് നിങ്ങൾ ജീവിക്കണം ജീവിച്ചില്ലേ അള്ളാഹു ഒരു നഷ്ടമില്ല നഷ്ട നക്ക് മാത്രമേ എത്തിക്കരുത് നിങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് മാത്രമേ എത്തിക്കരുത് അവർ ഉത്തമ ബോധ്യത്തോടു കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുന്ന എല്ലാ സന്ദർഭത്തിലും ഏത് പ്രയാസം ഏത് പ്രതിസന്ധി വന്നെങ്കിലും അള്ളാഹുവേ നിന്റെ മാർഗത്തില് തൗഹീദ് സുന്നത്തിന്റെ മാർഗത്തില് ഇസ്തിഖാമത്തോടു കൂടി ജീവനാക്കുക അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് അനുഗ്രഹിക്കണം അള്ളാഹുവേ